ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസ് BJP പാളയത്തിലേക്ക് വന്നിരിക്കും. BJP അംഗത്വം എടുത്തിരിക്കുന്നു. CPM-നേറ്റ വലിയ അടിയാണല്ലോ അത്. തീർച്ചയായിട്ടും CPM-നേറ്റ ഏറ്റവും വലിയ അടിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ CPM-ന് അത്ര അനുകൂലമല്ല. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പം അവർ പ്രതീക്ഷിച്ച റിസൾട്ടേ അല്ല ഉണ്ടായത്. ഏറ്റവും വലിയ അടി കിട്ടിയത് തിരുവനന്തപുരത്തായിരുന്നു. മേയർ സ്ഥാനം BJP-യുടെ കയ്യിൽ തന്നെയായി. അപ്പോൾ തിരുവനന്തപുരത്ത് അവിടുത്തെ ജനത അവരുടെ മേയർ സ്ഥാനവും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണവും ഒരു വെള്ളിത്താലത്തിൽ BJP-യുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നുള്ളത് അതും CPM-ൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ്. CPM വലിയ മാതൃകയായിട്ട് അങ്ങ് ന്യൂയോർക്കിൽ മംദാനി വരെ ഫോളോ ചെയ്യണ ആര്യ രാജേന്ദ്രൻ എന്നൊക്കെ തള്ളി മറിച്ചതാണ് CPM-കാർ. അങ്ങനെ ഒരാളിനെ തിരുവനന്തപുരത്തെ ജനം തള്ളിക്കളഞ്ഞ് BJP-യിലേക്ക് അതിൻ്റെ ഭരണത്തിൻ്റെ ഭാരം ഏൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇടത് മാധ്യമങ്ങൾ, ഇടത് ഹാൻഡിലുകൾ, ഇടത് പ്രൊഫൈലുകളൊക്കെ BJP-ക്കെതിരെ നിരവധി വാർത്തകളും വ്യാജ വാർത്തകളും സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഒരാവശ്യമില്ലാതെ ശ്രീലേഖ ഇടഞ്ഞു നിൽക്കുന്നു, അതിർത്തി പ്രകടമാക്കി പോടാവില്ലേ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്ന് പോലും നോക്കാണ്ട് പ്രചരണങ്ങൾ തുടങ്ങി ഒരു സൈഡിൽ നിന്ന് മുന്നോട്ട് പോയിരുന്നു. അപ്പോഴാണ് ഇടതുമുന്നണിക്കൊരു പുതിയ ന്യൂ ഇയർ സമ്മാനം കിട്ടിയേക്കുന്നത്. അതായത് റെജി ലൂക്കോസ്, ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ ജിഹ്വ വക്താവ് ആയിട്ട് മാധ്യമങ്ങളിൽ വന്ന് BJP-ക്കെതിരെ ഗർജിച്ചു കൊണ്ടിരുന്ന സിംഹങ്ങളിൽ ഒരാൾ BJP-യിലെത്തിയിരിക്കുന്നു. അത് ചെറിയ അടിയല്ല, അതിന് ദൂരവ്യാപകമായിട്ടുള്ള പരിണത ഫലങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പല കാരണങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് BJP-യിൽ വന്നു. ആ കാരണങ്ങൾ വാലിഡാണ്, നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ മോഡിയുടെയോ BJP-യുടെയോ ശത്രു ആയിക്കോട്ടെ, ഏതൊരാളും അംഗീകരിക്കുന്നൊരു കാര്യം, BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഈ 3 ടേമുണ്ട്. ഈ 3 ടേമിലും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കി. വികസനം തന്നെയാണ് BJP-യുടെ മുഖമുദ്ര. ആ പറയുന്ന വികസനം ഒരു വാചാടോപമല്ല, അത് വെറുതെ വീൺവാക്കല്ല, അത് എവിടെയും കാണാനുണ്ട്. BJP-ക്ക് വികസനം നടപ്പാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്, ഒരു പരിധിവരെ തമിഴ്നാട്, അതിൽ കൂടുതൽ ബുദ്ധിമുട്ട് കേരളത്തിലാണ്. കേരളത്തിൽ പോലും കാണാം വികസനങ്ങൾ നടപ്പാക്കുന്നത്. എത്രയോ വികസനം നടക്കും. ഇവിടുത്തെ റോഡ് പണി കാണുമ്പോൾ തന്നെ ജനങ്ങൾ അന്തം വിടുക. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അതൊക്കെ തീർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു. പിന്നെ ആകെ BJP-ക്ക് ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ഇവിടെ ഒരു സമ്മതിക്കുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം ആയുഷ്മാൻ ഭാരത് നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് കിട്ടൂല. ഇടതുകാർ പറയണത് മോഡിയുടെ വികസനം എന്നും വാഗ്ദാനം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കിട്ടാതെ ആർക്കും ആനുകൂല്യം കിട്ടില്ലല്ലോ, കേന്ദ്രം കൊടുക്കാൻ തയ്യാറാണ്. അത് കൊടുക്കാണ്ട് കുറേ വികസനങ്ങളെ, കുറേ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെ, ഇൻഷുറൻസ് കിട്ടുന്നവരെ അവർ മുരടിപ്പിക്കും മന്ദിപ്പിച്ചും വെച്ചിട്ടുണ്ട്. അത്തരം അടവുകൾ ഒരു ഭാഗത്തുനിന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ വികസനമുണ്ട്, ജനങ്ങളിൽ എത്തുന്നുണ്ട്, അനേകം പേര് ഇത് കാണുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിന് വെളിയിറങ്ങിയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് വിട്ടിട്ടോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ വികസനങ്ങൾ കാണുന്നുണ്ട്. ആഗോളതലത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന സ്വീകാര്യത നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് പെട്രോളിന് വില കൂടുന്നില്ല, ഈ അമേരിക്കയും മറ്റ് രാജ്യങ്ങളൊക്കെ ഈ കളി മുഴുവൻ കളിച്ചിട്ടെന്ന് ചോദിച്ചാൽ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മുന്നേ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ പോകുന്ന ദീർഘവീക്ഷണമുള്ള, വികസന വീക്ഷണമുള്ള, ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് മോഡി സർക്കാർ. റെജി ലൂക്കോസ് അതൊക്കെ കാണുന്നു, ഇതൊക്കെ കണ്ട് അതിശയിക്കുന്നു. അദ്ദേഹത്തിന് BJP ഇഷ്ടമാകുന്നു, മോഡി ഇഷ്ടമാകുന്നു, ഞാൻ അതിശയിക്കില്ല. എനിക്കിത്രേ പറയാനുള്ളൂ, അദ്ദേഹത്തിന് തലയ്ക്ക് വെളിവുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധിബോധമുള്ള ഏതൊരുത്തിനും ഇത് കാണാൻ പറ്റും. തലയ്ക്ക് വെളിവുള്ള ഏതൊരുത്തിനും ഇന്ത്യയിലെ വികസനമാണ് നടപ്പാവുന്നതെന്ന് കാണാൻ പറ്റും. റെജി ലൂക്കോസ് എന്നല്ല, ഇടതുപക്ഷത്തെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും അത് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇടതുപക്ഷത്തെ മാധ്യമപ്രവർത്തകരാകട്ടെ, വക്താക്കളാകട്ടെ, ഇടത് ബുദ്ധിജീവികളാകട്ടെ, ഇവർക്കെല്ലാം ഇതറിയാം. കുറച്ച് സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ, അഡ്വക്കേറ്റ് ജയശങ്കർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ഇതുവല്ലോ മറച്ചു വയ്ക്കുന്നുണ്ടോ? മോഡിയെക്കുറിച്ച് എതിരഭിപ്രായമുണ്ട്, അദ്ദേഹം പറയും. അദ്ദേഹം നിൽക്കുന്ന ഇടതുപക്ഷത്താണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളായിട്ട് മനസ്സിലാകും അദ്ദേഹം മോഡിയെ വളരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സത്യം പറയാൻ മടിയില്ലാത്തതുകൊണ്ടാണ്. ഈ സത്യം പറയാൻ പഠിക്കാത്ത ഘട്ടങ്ങൾ പലരും ജീവിതത്തിൽ കടന്നു വരും. അതായത് അവനവനോട് ആത്മാർത്ഥതയും മനസാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് കുറേയധികം നുണ പറഞ്ഞു കഴിയുമ്പം തോന്നും ശരിയല്ലല്ലോ ഇനിയും നുണ പറയണത്, ഒന്ന് മാറ്റി പിടിക്കണ്ടേ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകും. റെജി ലൂക്കോസിന് അത് തന്നെ സംഭവിച്ചു. പക്ഷേ അത് കടന്ന് ഒരു കാര്യമോട് അദ്ദേഹം പറഞ്ഞു, ഈ ദ്രവിച്ച തത്വശാസ്ത്രത്തിൻ്റെ ഒപ്പം
നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇടതുപക്ഷ തത്വശാസ്ത്രം ദ്രവിച്ചു എന്നുള്ള ചർച്ചകൾ 1990കളിൽ തുടങ്ങുന്നതാണ്. 1989നും 90നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഈ ലോകത്ത് കുറേ മാറ്റങ്ങൾ വന്നു. 91 ആയപ്പോഴത്തേക്കും സോവിയറ്റ് യൂണിയൻ തകർന്നു. അത് റഷ്യയും മറ്റു പല രാജ്യങ്ങളുമായി. അതുവരെ ഇവിടുത്തെ ഇടതു മാധ്യമങ്ങൾ നെഞ്ചിലേറ്റി ആരാധിച്ചിരുന്ന, അവർ പുകഴ്ത്തിക്കൊണ്ടിരുന്ന, വാഴ്ത്തിക്കൊണ്ടിരുന്ന, പൂവിട്ട് പൂജിച്ചിരുന്ന പല ബിംബങ്ങളും ഉടഞ്ഞു താഴെ വീണു. റഷ്യയിലും മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ലെനിൻ്റെയും സ്റ്റാലിൻ്റെയൊക്കെ പ്രതിമകൾ ജനങ്ങൾ തന്നെ തല്ലി തകർത്തു. ജർമ്മനിയെ രണ്ടായിട്ട് വിഭജിക്കുന്നൊരു മതിലുണ്ടായിരുന്നു, ബെർലിൻ മതിൽ. ബെർലിൻ മതിൽ നാട്ടുകാരായിട്ട് തന്നെ പൊളിച്ചു. എന്നിട്ട് അതിൻ്റെ ഓരോ പീസും ഇങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നൊരു സുവനീറായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ കൊണ്ടുപോയി. കുറേ പേര് ആശംസയായിട്ട് അയച്ചു കൊടുത്തു. ഇത് കമ്മ്യൂണിസം സൃഷ്ടിച്ച വിടവിൻ്റെ മതിൽ ഒരു ആശംസക്കാർഡായിട്ട് മാറി. എങ്ങനെ ഇതിനെ തകർത്തു, ആ വിടവ് എങ്ങനെ ഇല്ലാണ്ടാക്കി. വിടവില്ലാണ്ടാക്കിയതിൻ്റെ ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ജനങ്ങളെ തമ്മിൽ അകറ്റിയിരുന്നതിൻ്റെ, തമ്മിലടിപ്പിച്ചിരുന്നതിൻ്റെ, ഒരു കൂട്ടം ആൾക്കാരെ അന്ധകാരത്തിലിട്ടിരുന്നതിൻ്റെ, യാഥാർത്ഥ്യം എന്താണെന്ന് ലോകത്തെ മനസ്സിലാക്കാണ്ട് ഇരുമ്പുകൂട്ടിനകത്ത് അടച്ചിരുന്നതിൻ്റെ, ഇതിനെല്ലാം എതിരായിട്ട് ഉള്ള ജനങ്ങളുടെ പ്രതികാരമായിരുന്നു. അന്ന് കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1991-92 കാലഘട്ടത്തിൽ വലിയ ചർച്ച ഇടതുപക്ഷത്തിൻ്റെ ഭാവിയെപ്പറ്റി അന്നുണ്ടായിരുന്നു. എന്തു വന്നാലും കേരളത്തിലെ ഇടതുപക്ഷത്തിന് അവരുടേതായിട്ടുള്ള അന്നത്തെ ഒരു മുറുകിയ പിടി കൊണ്ട് രാഷ്ട്രീയമായിട്ടും പിന്നെ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജിയൊക്കെ കാരണം അവർക്ക് തുറന്നു പോരാൻ പറ്റി. ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസം തകരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസം എന്ന പേരിൽ ചുവന്നൊരു പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്നു. അതിൻ്റെ ബിംബങ്ങളും ആചാര്യന്മാരും എല്ലാം അങ്ങ് ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ക്യൂബയിൽ നിന്നും ഒക്കെ ഉള്ളവരാണ്. അവിടെ എല്ലാം തകരുന്നു. ലോകത്തിൻ്റെ രണ്ട് ധ്രുവങ്ങൾ അങ്ങനെ നിറഞ്ഞു നിന്ന രാഷ്ട്രീയം പോയി. ഏകധ്രുവ ലോകം സൃഷ്ടിക്കപ്പെട്ടു. ഒരു പരിധിവരെ ഈ കമ്മ്യൂണിസ്റ്റുകാർ അതിനോട് ഒത്തു തന്നെയാണ് പോയിരുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ പോകുന്നത് ക്യൂബയിലേക്കല്ലല്ലോ, അമേരിക്കയിലേക്കല്ലേ. ക്യൂബ മുഖത്തിന് മാത്രമേ എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുമോ എന്നുള്ള ചോദ്യം വന്നുള്ളൂ. ചികിത്സിക്കാൻ അമേരിക്ക പോകണം, മക്കളെ പഠിക്കാൻ വിടാൻ അമേരിക്ക വേണം, അല്ലെ UK വേണം, മക്കൾക്ക് ജോലി ചെയ്യാൻ അവിടെ വേണം, മക്കൾക്ക് H1B വിസ വേണം, ഒത്താലൊരു ഗ്രീൻ കാർഡ് വേണം, അതിനുമപ്പുറം ശ്രമിച്ചാൽ ഒരു പൗരത്വമായാലും കിട്ടിയാൽ കുഴപ്പമില്ല. ഇതൊക്കെയാണ് അമേരിക്കയായിട്ടുള്ള ഇവരുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദ യുദ്ധങ്ങൾ. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്നേ ഉള്ളൂ. ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ മക്കൾ അമേരിക്കയിൽ പോണതിനെ അവർക്ക് കുഴപ്പമുള്ളൂ. നേതാക്കന്മാരുടെയൊക്കെ മക്കൾ അവിടെ തന്നെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. വൈരുദ്ധ്യാത്മിക ഭൗതികവാദ യുദ്ധങ്ങളാണ് ഇതെല്ലാം. അപ്പം ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വൈരുദ്ധ്യങ്ങളാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. അതിൻ്റെ അർത്ഥം വേറെയാണ്. പക്ഷേ ജനങ്ങൾ നോക്കുമ്പോൾ പറച്ചിലെന്ന് പ്രവൃത്തി വേറെന്ന്, ഇതല്ലേ വൈരുദ്ധ്യാത്മകം എന്ന് ചിന്തിച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം, അത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ എല്ലാ നിലപാടുകളെയും മറന്ന് അവർ മറ്റ് പലതിനെ ഏറ്റുപിടിക്കുമ്പോൾ പ്രത്യയശാസ്ത്രത്തിന് എന്തോ സംഭവിച്ചു എന്ന് അവരുടെ ഒപ്പമുള്ള ബുദ്ധിജീവികൾ തിരിച്ചറിയും. പ്രത്യയശാസ്ത്ര ബലം ഇല്ലാണ്ട് വരുമ്പോഴാണല്ലോ ഇങ്ങനത്തെ തട്ടിപ്പുകൾ കാണിക്കുന്നത്. അപ്പോൾ തട്ടിപ്പ് മാത്രമേ ഉള്ളൂ, പ്രത്യയശാസ്ത്രം ഇല്ല എങ്കിൽ തത്വശാസ്ത്രം ദ്രവിച്ചു പോയിരിക്കുന്നു. അതൊരു തിരിച്ചറിയാണ്ട് കാര്യമൊന്നുമില്ല. അവർ നല്ല ഇൻ്റലക്ട്സാണ്, അത് ഞാൻ സംബന്ധിച്ചു. ഇൻ്റലക്ട്സിന് ആദ്യം തിരിച്ചറിയാൻ പറ്റും, പിന്നെ പിടിച്ചു നിൽക്കണ്ടേ. അങ്ങനെ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു പിടിച്ചു നിൽപ്പുള്ള രാഷ്ട്രീയമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പല ചരിത്രകാരന്മാരും പല ബുദ്ധിജീവികളും പല കലാകാരന്മാരും ബേസിക്കലി പറഞ്ഞാൽ വയറ്റപ്പുഴപ്പെന്നൊരർത്ഥത്തിലാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ അവർ കുറേ പേരൊക്കെ അതിനെ നിരാകരിച്ച് അതിനെ വെല്ലുവിളിച്ച് അതിൽ നിന്ന് പുറത്തെയാണ്. അങ്ങനെ പുറത്തെയാടേണ്ട ആവശ്യം ബൗദ്ധികമായിട്ട് വരാറുണ്ട്, സത്യസന്ധത കൊണ്ട് വരാറുണ്ട്, മനസാക്ഷിയോടുള്ള കടപ്പാട് കൊണ്ട് വരാറുണ്ട്. അങ്ങനെ ഒന്നായിട്ട് റജി ലൂക്കോസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എങ്ങോട്ടെന്നൊരു ചോദ്യമുണ്ട്. ഇത് എങ്ങോട്ട് പോവായിരിക്കും? അതിനർത്ഥം എന്തായാലും 2026 ജനുവരി എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ മാസമല്ലേ, 1-ാം തീയതി 1-ാമത്തെ മാസമൊക്കെ സംഭവിക്കുന്നത് പിന്നെയും തുറന്ന് സംഭവിക്കാമല്ലോ. അതുകൊണ്ട് ഇത്തരം ബൗദ്ധിക രത്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ പതിയെ CPM നിന്ന് BJPക്ക് ഒഴുകട്ടെ എന്ന് എനിക്ക് ആശംസിക്കാൻ പറ്റുള്ളൂ. എൻ്റെ സംശയം ഇനി നാളെ BJPക്കാർക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗതികേട് എന്നാണെന്നറിയാമോ? ജോൺ ബ്രിട്ടാസിനെ കയറി ജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. റജി ലൂക്കോസ് വരാമെങ്കിൽ ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചത്, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒടുക്കത്തെ ട്രോളായിരുന്നു മാധ്യമങ്ങൾ വഴിയും മാധ്യമങ്ങളുടെ കാർഡുകൾ വഴിയൊക്കെ BJPയുടെ ഇടതുപക്ഷത്ത് നിന്ന്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
അതിന് കാരണമായിട്ടുള്ള ക്രിസ്തീയ മേഖലകൾ വിജയിച്ചില്ല. സത്യം പറഞ്ഞാൽ ഷോൺ ജോർജൊക്കെ നന്നായിട്ട് പണിയെടുത്ത് പുതിയ പഞ്ചായത്തൊക്കെ പിടിച്ച് വേറെ ചില പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമായി പലയിടത്തും മുന്നേറ്റമൊക്കെ അയാൾ പ്രവർത്തിച്ചിടത്തൊക്കെ ഉണ്ടായി. മുനമ്പത്ത് സമരം നടന്നിടത്ത് 2 വാർഡ് BJP ജയിച്ചു. അപ്പോൾ ജോസഫിൻ്റെ നേതൃത്വത്തിൽ പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടായോ ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഫലം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇല്ല എന്നായിരുന്നു അവർക്ക് പറയാൻ. ഇതാ അവർ BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നിർത്തുന്നു, ഇനി വേറെ ജനങ്ങളിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയും. അപ്പം എൻ്റെ ഒരു സംശയം, ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നിർത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് ഔട്ട്റീച്ച് BJP തുടങ്ങിയോ എന്നാണ് ഇപ്പോൾ BJPക്കാർ സ്വയം ചോദിക്കേണ്ടതും തിരിച്ച് ചോദിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടൊന്ന് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നിർത്തി BJP വേറെന്താ ഔട്ട്റീച്ചിന് പോകാമെന്നാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചേക്കണം എന്താ, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നിന്നു എന്നങ്ങോട്ട് വയ്ക്കുക, പക്ഷേ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഔട്ട്റീച്ചാണ്. അതുകൊണ്ട് ഇതൊരു പുതിയ തുടക്കം. എനിക്കതിനകത്ത് ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ അഭിനന്ദിക്കുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റല്ല രാജീവ് ചന്ദ്രശേഖർ. അത് വേറെ ഒരു വ്യക്തിയല്ല, വളരെ സമാദരിക്കപ്പെടുന്ന, വളരെ ഔന്നത്യമുള്ള, വിദ്യാഭ്യാസമുള്ള ഒരു ടെക്നോക്രാറ്റും ഒരു സയൻറ്റിസ്റ്റുമായിട്ടുള്ള, വികസന വീക്ഷണങ്ങളുള്ള, നമ്മുടെ BJPയുടെ കേന്ദ്ര നേതൃത്വമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള, അവർ എന്ത് കാര്യവും അവിടെ പറഞ്ഞ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, അങ്ങനെ ആൾ വരികയും ഒരേ സമയം രാഷ്ട്രീയ തലത്തിൽ BJP സ്റ്റേറ്റിലും കേന്ദ്രത്തിലും വികസനം എന്നുള്ള ആശയം മുന്നിൽ വെച്ച് സ്റ്റാൾവാർട്ടായിട്ടുള്ള അധികാരന്മാരായിട്ടുള്ള നേതാക്കന്മാരെ മുന്നിൽ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ BJP മുന്നിൽ വയ്ക്കുന്ന പുതിയ രാഷ്ട്രീയപരമായിട്ടുള്ള പലതും അത് കണ്ടില്ല എന്ന് നടിക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പലർക്കും പറ്റാണ്ട് വരും. LDFിലും സംഭവിക്കും, UDFിലും സംഭവിക്കും. LDF നിന്ന് UDF എന്നും ആൾക്കാർ BJPയിലേക്ക് ഇനി വന്നു എന്നും വരാം, ഇനിയും വന്നു എന്ന് വരാം. UDF വിചാരിക്കുന്നത് പഞ്ചായത്ത് ഇലക്ഷനിൽ വിജയം ഉണ്ടായതുകൊണ്ട് ചിലപ്പം നിയമസഭയിലും ഉണ്ടാവണതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് UDFിൻ്റെ തന്നെ പോലും ചില നേതാക്കന്മാർ പോലും BJPക്കൊപ്പം വന്നുകൂടായികയില്ല. അങ്ങനെ തരൂരൊക്കെ വരുമോ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് ഇടതുപക്ഷത്തു നിന്ന് അവരുടെ ഒരു വക്താവ് ഇങ്ങോട്ട് വരുന്നത്. അതിനർത്ഥം പ്രതീക്ഷിക്കാത്ത പല കോണുകളിൽ നിന്നും പല നേതാക്കന്മാരും പല വക്താക്കളും പല ബുദ്ധിജീവികളും ഇനിയും BJPയിലേക്ക് വന്നേക്കും എന്ന് തന്നെയാണ്. രാഷ്ട്രീയം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ വലിയ തൊട്ടുകൂടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPയായിട്ടുള്ള തൊട്ടുകൂടായികളൊക്കെ അവസാനിച്ചിരിക്കുന്നു. അവിടെ ഹിന്ദുക്കൾക്കിടയിലോ മുസ്ലിങ്ങൾക്കിടയിലോ ക്രിസ്ത്യാനികൾക്കിടയിലോ ആർക്കും ഇടയിൽ BJPയുടെ ഇന്ന് അയിത്തമില്ല എന്ന് വേണം പറയാൻ. ഒരു ബൗദ്ധിക അയിത്തം കൽപ്പിച്ച് ഇടതുപക്ഷക്കാർ BJPക്കെതിരെ പല പ്രചാരണങ്ങളും ഒരു കാലത്ത് നടത്തുന്നുണ്ടായിരുന്നു. ഇതോടെ റജീവ് ലൂക്കോസിൻ്റെ വരവോടുകൂടി അതും അവസാനിച്ചിരിക്കുന്നു.